ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രാറ്റജിക് ചേഞ്ചിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. സ്ട്രാറ്റജി ചേഞ്ച് വരുന്ന സമയത്ത് എന്തെല്ലാം റെസിസ്റ്റൻസ് ആണ് അതിന് ഉണ്ടാവുന്നത്, എങ്ങനെ ഈ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാം എന്നൊക്കെയായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ഈ സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലെ തന്നെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മെയിൻ സ്റ്റെപ്പ് എന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ, ഏത് സ്ട്രാറ്റജിയും ഒരു സ്ഥാപനത്തിൽ എടുക്കുന്നതിന് ചില ഒബ്ജക്റ്റീവ്സും ഗോൾസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് അക്കംപ്ലിഷ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോളൊക്കെ നടത്തുന്നത്. ഇതിൽ നടക്കുന്ന മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ച്വൽ പെർഫോമൻസും ഡിസൈർഡ് പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്ത് എന്തെങ്കിലും ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് കൺട്രോൾ എന്ന് പറയും. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെയും സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ വരുന്നത്. ഇത് മാനേജ്മെൻറ്റിന് ഒത്തിരി ബെനഫിഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റെപ്പും കൂടെയാണ് ഈ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി ഒരു ഡെഫിനിഷനാണ് നെക്സ്റ്റ് പറയുന്നത്. സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ മേ ബി ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദി ചൂസൺ സ്ട്രാറ്റജി in achieving the organization's objectives and taking corrective actions wherever necessary. എന്താണ് സാധാ ഒരു കൺട്രോളിൻ്റെ അല്ലെങ്കിൽ ഇവാലുവേഷൻ്റെ തന്നെ ഡെഫിനിഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ തിരഞ്ഞെടുത്ത സ്ട്രാറ്റജിയുടെ എഫക്റ്റീവ്നെസ് മനസ്സിലാക്കുക, അതിനു വേണ്ടിയുള്ളൊരു പ്രോസസ്സാണിത്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്റ്റെപ്പ് എടുക്കുന്നത്, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റെപ്പ് ഉള്ളത്. ഇനി അഥവാ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് എടുക്കുവാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഈ സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഈ സ്ട്രാറ്റജി ഇവാലുവേഷനെ കുറിച്ച് അല്ലെങ്കിൽ കൺട്രോളിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, എക്സാമിനിങ് ദി അണ്ടർലൈങ് ബേസിസ് ഓഫ് എ ഫേംസ് സ്ട്രാറ്റജി. ഒരു ഫേമിൻ്റെ സ്ട്രാറ്റജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസുകൾ എന്തെല്ലാമാണ് എന്ന് ആദ്യമേ ഒന്ന് മനസ്സിലാക്കുന്നു. രണ്ടാമതായിട്ട് ഈ എക്സ്പെക്റ്റഡ് റിസൾട്ടും ആക്ച്വൽ റിസൾട്ടുകളും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കുന്നു. മൂന്നാമതായിട്ട് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുവാണ്. കറക്റ്റീവ് ആക്ഷൻസ് എവിടെയാണ് വരുന്നത്? എക്സ്പെക്റ്റഡ് റിസൾട്ടും ആക്ച്വൽ റിസൾട്ടും തമ്മിൽ ഗ്യാപ്പ് വരുന്ന സമയത്താണ് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കേണ്ടതായിട്ട് വരുന്നത്. അങ്ങനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളാണ് സ്ട്രാറ്റജി ഇവാലുവേഷൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫക്റ്റീവ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് അറിയാവുന്നതൊക്കെ തന്നെയേ ഉള്ളൂ. നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കണം ഒരു നല്ല ഇവാലുവേഷൻ്റെ കൺട്രോൾ സിസ്റ്റത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ആദ്യമായിട്ട് സിമ്പിളായിരിക്കണം. നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി ഇവാലുവേഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന ഒരുപാട് കോംപ്ലിക്കേറ്റ് ആവരുത്. അത് സിമ്പിളായിരിക്കണം. പീപ്പിൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമായിരിക്കരുത്. കോംപ്ലക്സ് ആയിരിക്കരുത്, കോംപ്ലിക്കേറ്റഡ് ആയിരിക്കരുത്. അപ്പം സിംപ്ലിസിറ്റി വേണം, നോട്ട് കോംപ്ലക്സിറ്റി വേണ്ട, സിംപ്ലിസിറ്റിയാണ് ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്, സിമ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. 2, എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഫ്രീ അല്ലെങ്കിൽ റെഡ്യൂസ് ദി കോസ്റ്റ്. ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ ഒരു സിസ്റ്റം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരു ഓർഗനൈസേഷന് നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ചിലവ് കുറഞ്ഞ രീതിയിൽ നടത്തുക. 3, മീനിങ് വെറുതെ ഒരു ആവശ്യവുമില്ലാതെ സ്ട്രാറ്റജി ഇവാലുവേഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് എടുക്കണ്ട. അർത്ഥപൂർണമായിട്ടുള്ള രീതിയിൽ ആവശ്യമായ സ്ഥലത്ത് ടൈമിൽ വേണം ഈ ഒരു സ്ട്രാറ്റജി ഇവാലുവേഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ മാനേജേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും കൂടെയാണ് ഈ ഒരു സ്ട്രാറ്റജി ഇവാലുവേഷൻ ആൻഡ് കൺട്രോളൊക്കെ എടുക്കുന്നത്. അടുത്തത് ടൈംലി. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ടൈംലി ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്ട്രാറ്റജി ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ഒക്കെ സാധാരണയായിട്ട് എടുക്കുന്നത്. അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതേ ഉള്ളൂ. എന്തായാലും കൃത്യമായിട്ട് തന്നെ അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് ഈ സ്ട്രാറ്റജി ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ നടത്തുക. 5ാമത്തെ പോയിന്റ് ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത്. ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പോകുമ്പോൾ 5ാമത്തെ പോയിന്റാണ് ട്രൂത്ത്ഫുൾ എന്ന് പറയുന്നത്. എ ട്രൂ പിക്ചർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് പറയുന്ന ഒരു കാര്യം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് സ്ട്രാറ്റജി ഇവാലുവേഷൻ നടത്തുന്നത്. എന്താണ് നമ്മുടെ സ്ഥാപനത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ സ്ട്രാറ്റജി ഇവാലുവേഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നത് അല്ലെങ്കിൽ നടത്തുന്നത്.
ആറാമതായിട്ട് സെലക്റ്റീവ് എന്നുള്ളതാണ്. ദി കൺട്രോൾ സിസ്റ്റംസ് ഷുഡ് ഫോക്കസ് ഓൺ സെലക്റ്റീവ് ക്രൈറ്റീരിയ ലൈക്ക് കീ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ആർ ക്രിട്ടിക്കൽ ടു പെർഫോമൻസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ഈ ഇവാലുവേഷനും കൺട്രോളും ഒക്കെ ചെയ്താൽ മതി. ഇൻസിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിലൊന്നും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. സെലക്റ്റീവായിട്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുക. ഏഴാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നു ഫ്ലെക്സിബിൾ ആയിരിക്കണമെന്ന്. ഓർഗനൈസേഷൻസിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുന്നതാണെന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ മാറി വരുന്ന ചേഞ്ചസിനനുസരിച്ച് സ്ഥാപനവും അതിൻ്റെ സ്ട്രാറ്റജീസും ഒക്കെ മാറണം. അതാണ് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്തരം സിസ്റ്റംസും അഡ്ജസ്റ്റബിൾ ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതനുസരിച്ച് ഇത്തരം കാര്യങ്ങളും ഫ്ലെക്സിബിൾ ആയിരിക്കണം. 8 സ്യൂട്ടബിൾ. ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൺട്രോൾ സിസ്റ്റമും അനുയോജ്യമായിരിക്കണം, സ്യൂട്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണോ ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യം അതിനനുസരിച്ചുള്ള കൺട്രോൾ സിസ്റ്റംസ് വേണം കൊണ്ടുവരാൻ. 9 റീസണബിൾ ആയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. കൺട്രോൾസ് മസ്റ്റ് ബി റീസണബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം. നമുക്ക് ഒരുപാട് ഹൈ അല്ലെങ്കിൽ അൺറീസണബിൾ ഒന്നും ആയിരിക്കാൻ പാടില്ല. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള കൺട്രോൾ സിസ്റ്റംസ് വേണം കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഒരു ന്യായം അല്ലെങ്കിൽ ഒരു റീസണബിൾ ആയിട്ടുള്ള കാര്യം ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ കൊണ്ടുവരിക. 10ാമത്തെ കാര്യമാണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എ കൺട്രോൾ സിസ്റ്റം വുഡ് ബി എഫക്റ്റീവ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് അൺബയാസ്ഡ് ആൻഡ് ഇംപേഴ്സണൽ. ബയാസുകൾ, പക്ഷപാതങ്ങളൊന്നും വരരുത്, ഒബ്ജക്റ്റീവ് ആയിരിക്കണം ഈ ഒരു കൺട്രോൾ സിസ്റ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ചായ്വോട് കൂടിയാണ് അല്ലെങ്കിൽ ഒരു പക്ഷപാതത്തോടു കൂടിയാണ് ഈ ഒരു കൺട്രോൾ സിസ്റ്റംസ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അത് അൺയൂസ്ഫുൾ ആണ്. നമ്മുടെ സ്ഥാപനത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതാണ് നമുക്ക് അറിയേണ്ടത്. പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനും ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺട്രോൾ സിസ്റ്റം വളരെയധികം ബെനഫിഷ്യൽ ആയിരിക്കും. 11th പോയിന്റ് ആണ് ആക്സെപ്റ്റബിൾ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കൺട്രോൾസ് വിൽ നോട്ട് വർക്ക് അൺലെസ് ദേ ആർ ആക്സെപ്റ്റബിൾ ടു ദോസ് ഹു അപ്ലൈ ദം. ആക്സെപ്റ്റബിൾ ആയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ വരത്തില്ല കൺട്രോൾസ് എന്ന് പറയുന്നത്. കൺട്രോൾസ് വിൽ ബി ആക്സെപ്റ്റബിൾ വെൻ ദേ ആർ ക്വാണ്ടിഫൈഡ്, ഒബ്ജക്റ്റീവ്, അറ്റൈനബിൾ, അണ്ടർസ്റ്റുഡ് ബൈ വൺ ആൻഡ് ഓൾ. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് കൺട്രോൾസ് ആക്സെപ്റ്റബിൾ ആയിട്ട് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് ക്വാണ്ടിഫൈഡ്, അതായത് നമുക്ക് കൺട്രോൾ സിസ്റ്റംസ് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതായിരിക്കണം, നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പിന്നെന്താണ് ഒബ്ജക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞു, ഒബ്ജക്റ്റീവ് ആയിരിക്കണം. പിന്നെ അറ്റൈനബിൾ, നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, എല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കണം. എന്നാൽ മാത്രമേ കൺട്രോൾസ് ആക്സെപ്റ്റബിൾ ആവുള്ളൂ. അപ്പോൾ 11th ടോപ്പിക്ക് ആക്സെപ്റ്റബിൾ ആണ്. ആക്സെപ്റ്റബിൾ ആകണമെങ്കിൽ 4 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ്? 1 ക്വാണ്ടിഫൈഡ്, 2 ഒബ്ജക്റ്റീവ്, 3 അറ്റൈനബിൾ ആൻഡ് 4 അണ്ടർസ്റ്റുഡ് ബൈ വൺ ആൻഡ് ഓൾ. ഇനി അടുത്ത പോയിന്റ് ഫോസ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ട്രസ്റ്റ്. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു അണ്ടർസ്റ്റാൻഡിങ്ങും വേണമെന്നുള്ളത്. കൺട്രോൾ സിസ്റ്റംസ് എന്ന് പറയുന്നത് മറ്റ് തീരുമാനങ്ങളെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കരുത്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ട്രസ്റ്റും കോമൺ സെൻസും ഒക്കെ ഉപയോഗിച്ചുള്ള ഒന്നായിരിക്കണം ഈ പറയുന്ന എഫക്റ്റീവ് ഇവാലുവേഷനും കൺട്രോൾ സിസ്റ്റമും ഒക്കെ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും പരസ്പരം നല്ല രീതിയിൽ കോഓപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം ഒരു സ്ഥാപനത്തിൽ. അപ്പോൾ അതിന് നല്ല നല്ല ഇവാലുവേഷൻ കൺട്രോൾ മെത്തേഡ്സ് ഒക്കെ എപ്പോഴും ബെനഫിഷ്യൽ തന്നെയാണ്. അതാണ് ഫോസ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടിനെയും ഒന്ന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. ലാസ്റ്റത്തെ പോയിൻ്റാണ് ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ഫെയിലിയർ. ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ഫെയിലിയർ. ആൻ എഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റം മസ്റ്റ് ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ഫെയിലിയർ. അതായത് ഏതെങ്കിലും എല്ലായ്പ്പോഴും നമ്മൾ എടുക്കുന്ന കൺട്രോൾ സിസ്റ്റംസ് ഒന്നും വളരെ നല്ല രീതിയിൽ വരണമെന്നില്ല. ഇനി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അതിന് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയും കൂടെ എഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റംസിന് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഡിറ്റക്റ്റിംഗ് ഡീവിയേഷൻസ് വുഡ് ബി മീനിങ്ലെസ് അൺലെസ് വൺ നോസ് വെയർ ദേ ആർ ഒക്വറിങ് ആൻഡ് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദം. അതായത് ഒരു സ്ഥാപനത്തിൽ എന്തൊക്കെയോ പ്രധാനപ്പെട്ട വേരിയേഷൻസ് ഉണ്ടെന്നൊക്കെ പിടികിട്ടി, പക്ഷേ അത് എവിടെയാണെന്നോ ആരുടെ ഭാഗത്തു നിന്നാണ് ഈ തെറ്റ് വന്നതെന്നോ ഒന്നും അറിയാൻ പറ്റത്തില്ലെങ്കിൽ ഈ പറയുന്ന കൺട്രോൾ സിസ്റ്റംസ് എല്ലാം മീനിങ്ലെസ് ആണ്. അപ്പോൾ ഈ കൺട്രോൾ സിസ്റ്റംസ് എല്ലാം കറക്റ്റീവ് ആക്ഷൻസ് എവിടെയാണോ വേണ്ടതെന്ന് പിൻ പോയിൻ്റ് ചെയ്ത് പറയുവാനായിട്ട് ഉള്ള കപ്പാസിറ്റിയോട് കൂടി ഒന്നായിരിക്കണം. അപ്പോൾ ഇത്രയും 13 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എഫക്റ്റീവ് ഇവാലുവേഷനും കൺട്രോൾ സിസ്റ്റംസും കൈകാര്യം ചെയ്യുന്നത്.
പിന്നെ മെയിനായിട്ടും പറയാനായിട്ട് എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരേപോലത്തെ സ്ട്രാറ്റജി ഇവാലുവേഷനും കൺട്രോൾ സിസ്റ്റവും ആയിരിക്കത്തില്ല. ഓരോ സ്ഥാപനങ്ങളുടെയും സൈസ്, മാനേജ്മെൻറ്റ് സ്റ്റൈൽ, പർപ്പസ്, പ്രോബ്ലംസ്, സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ വീക്ക്നെസ് ഒക്കെ അനുസരിച്ച് മാറ്റം വരും. ഈ സ്ട്രാറ്റജി ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് എന്ന് പറയുന്ന പല പല സ്ഥാപനങ്ങളിലും പല പല രീതിയിലായിരിക്കും ഉണ്ടാവുക. അടുത്ത ടോപ്പിക്കാണ് ബെനഫിറ്റ്സ് ഓഫ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. എന്തൊക്കെ നേട്ടങ്ങളാണ് അല്ലെങ്കിൽ ബെനഫിറ്റ്സ് ആണ് ഈ സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോളിനുള്ളത്? ഏറ്റവും ഒന്നാമത്തെ ബെനഫിറ്റാണ് ഇറ്റ് ഗീവ്സ് ഫീഡ്ബാക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത്. വാല്യുബിൾ ഫീഡ്ബാക്കാണ് കൊടുക്കുക. ഇത് മാനേജ്മെൻറ്റിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. എവിടെയാണ് തെറ്റ് വരുന്നത് എന്ന് ആ കാര്യത്തെ നന്നായിട്ട് മോണിറ്റർ ചെയ്ത് ആ തെറ്റ് വരുന്ന സമയത്ത് അതിനുള്ള ആൻസർ അല്ലെങ്കിൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും ഇത്തരം സിസ്റ്റംസ് ഒക്കെ വളരെയധികം ബെനഫിഷ്യലാണ്. അതാണ് ഇറ്റ് ഗീവ്സ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് 2 എന്ന് പറയുന്നത് ഇറ്റ് അലേർട്ട്സ് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ്. ഒരു നല്ല രീതിയിലുള്ള സ്ട്രാറ്റജിക് ഇവാലുവേഷന് പെട്ടെന്നുണ്ടാകുന്ന ഷോക്ക് അല്ലെങ്കിൽ റിസ്കിൽ നിന്നൊരു സ്ഥാപനത്തെ വളരെയധികം നന്നായിട്ട് സംരക്ഷിക്കുവാനായിട്ട് സാധിക്കും. എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നമ്മൾ മുന്നിൽ കണ്ടു വേണം ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ. അപ്പോൾ റിയൽ പ്രോബ്ലംസിനുള്ള റിയൽ സൊല്യൂഷൻസ് ആണ് ഈ പറയുന്ന സ്ട്രാറ്റജിക് ഇവാലുവേഷനും കൺട്രോളും ഒക്കെ കൊടുക്കുന്നത്. ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് ഇറ്റ് ഹെൽപ്സ് റിഫൈൻ ആൻഡ് ഇംപ്രൂവ് സ്ട്രാറ്റജി. അപ്പോൾ ആ ഒരു പോയിന്റിന് തൊട്ട് മുമ്പത്തെ പോയിന്റുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാ മാനേജർമാരെയും നല്ല രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ സ്ട്രാറ്റജിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷനാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് പ്രോബ്ലമാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാനും അപ്പം നല്ല നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും അതുവഴി അവരുടെ സ്ട്രാറ്റജീസൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതാണ് ഇറ്റ് ഹെൽപ്സ് റിഫൈൻ ആൻഡ് ഇംപ്രൂവ് സ്ട്രാറ്റജി എന്ന്. കാരണം അത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഓഫ് റിസൾട്ടാണ് അവർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ഇനി അടുത്തത് ഇറ്റ് ഹെൽപ്സ് ടു ചേഞ്ച് സ്ട്രാറ്റജി. അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു സ്ഥാപനത്തിന് സ്ട്രാറ്റജി വ്യത്യാസം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് വരുത്തുവാൻ വേണ്ടി ആ ഒരു അലേർട്ട് കൊടുക്കുന്നത് ഇത്തരം സിസ്റ്റംസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും ഒരേ സ്ട്രാറ്റജി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴാണോ ഇത് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് നമ്മളെ മനസ്സിലാക്കുവാനും ഇത്തരം സിസ്റ്റംസ് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും. ഇറ്റ് ഹെൽപ്സ് ടു ചേഞ്ച് സ്ട്രാറ്റജി. 5th പോയിന്റ് ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ റിവാർഡിംഗ് ബിഹേവിയർ. അതെന്താണെന്ന് നോക്കാം. ഈ സിസ്റ്റംസ് എപ്പോഴും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് പെർഫോമൻസ് ഇവാലുവേഷൻ ആണല്ലോ. അപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് റിവാർഡ്സും അതിന് അനുസരണമായിട്ടുള്ള റിവാർഡ്സും കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇൻസെൻറ്റീവ്സും നല്ല നല്ല റിവാർഡുകളും സാലറി കൂട്ടി കൊടുക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഈ സിസ്റ്റംസ് നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സാധിക്കും. ഇനി അടുത്തത് ഇറ്റ് ഹെൽപ്സ് ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റീസ്. അത് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫെയിലിയേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനോടൊരു റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഒക്കെ ഇത്തരം സിസ്റ്റംസ് കൊടുക്കേണ്ടത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ ഭാവിയിൽ അത്തരം ഫെയിലിയേഴ്സ് ഒന്നും വരാതെ നോക്കുവാനും സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റീസ്. ലാസ്റ്റ് വൺ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫ്യൂച്ചർ പ്ലാനിങ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പാസ്റ്റിനെയും പ്രസൻറ്റിനെയും നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫ്യൂച്ചർ നമ്മുടെ ഏത് രീതിയിലായിരിക്കണമെന്ന് ഒന്ന് പ്ലാൻ ചെയ്യുവാൻ വേണ്ടി ഇത്തരം ഇവാലുവേഷനും കൺട്രോൾ സിസ്റ്റംസും ഒക്കെ ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7 പോയിന്റ്സ് ആണ് ഈ ബെനിഫിറ്റ്സ് ഓഫ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോളിൻ്റെ അകത്ത് വരുന്നത്. നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് അറിയാമെങ്കിൽ അതുകൂടെ ഉൾപ്പെടുത്തി എക്സാമിനേഷന് എഴുതുക. ഇനി അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. പിയേഴ്സ് ആൻഡ് റോബിൻസണിൻ്റെ അഭിപ്രായത്തിൽ 2 പ്രധാനപ്പെട്ട കൺട്രോൾ സിസ്റ്റംസ് ആണ് ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 1 സ്ട്രാറ്റജിക് കൺട്രോൾ, 2 ഓപ്പറേഷണൽ കൺട്രോൾ. ആദ്യത്തെ ടൈപ്പ് സ്ട്രാറ്റജിക് കൺട്രോൾ എന്നുള്ളതാണ്. ഈ സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥാപനത്തിൽ സ്ട്രാറ്റജി എടുക്കുന്ന സമയത്ത് ആ സ്ട്രാറ്റജിയെ നമ്മളെപ്പോഴും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ട്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരിക്കൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ നടത്തിയ പ്രഡിക്ഷൻസിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് സ്ട്രാറ്റജിക് കൺട്രോൾ വരുത്തുന്നത്. നമ്മൾ എടുത്ത സ്ട്രാറ്റജിയെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു കാര്യമാണ് സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ടൈപ്സ് ആണ് പറയാൻ പോകുന്നത്. സ്ട്രാറ്റജിക് കൺട്രോളിന് തന്നെ 4 ടൈപ്സ് ആണുള്ളത്. 1 പ്രമിസ് കൺട്രോൾ,
2 സ്ട്രാറ്റജിക് സർവെയിലൻസ്, 3 സ്പെഷ്യൽ അലേർട്ട് കൺട്രോൾ, 4 ഇംപ്ലിമെൻറ്റേഷൻ കൺട്രോൾ. അതിൽ ആദ്യത്തേതാണ് പ്രമിസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇവിടെ പ്രമിസ് എന്ന് പറയുന്നത് കീ അസംഷൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചില അസംഷൻസിൻ്റെ ബേസിസിലായിരിക്കും ഒരു സ്ഥാപനത്തിൽ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഈ അസംഷൻസ് മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അസംഷൻസ് മാറിയാൽ സ്ട്രാറ്റജിയും മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില സമയത്ത് നമ്മൾ കൊടുത്ത അസംഷൻ എന്ന് പറയുന്നത് ഇൻവാലിഡ് ആയിരിക്കും. അപ്പോൾ ഇൻവാലിഡ് ആയിട്ടുള്ള അസംഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനെ നല്ല രീതിയിൽ സ്ട്രാറ്റജിയുടെ രൂപത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതാണ് പ്രമിസ് കൺട്രോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രമിസ് കൺട്രോൾ? കീ അസംഷൻസ് ഓർ പ്രെഡിക്റ്റഡ് കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അതിലെന്തെങ്കിലും ചേഞ്ച് വരുന്ന രീതിയിൽ സ്ട്രാറ്റജിയിലും ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ പ്രമിസ് കൺട്രോൾ തന്നെ 2 ടൈപ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തേതാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, രണ്ടാമത്തത് ഇൻഡസ്ട്രി ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. എൻവയോൺമെൻറ്റിൽ സംഭവിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ പെർഫോമൻസിനെ നല്ലതോ അല്ലെങ്കിൽ ബാഡായിട്ടോ ബാധിക്കാവുന്നതാണ്. എന്തൊക്കെയാണ്? റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ, ചേഞ്ച് ഇൻ ടെക്നോളജി, ഗവൺമെൻറ് റെഗുലേഷൻസ്, പോപ്പുലേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ചസ്. ഈ കാര്യങ്ങളെല്ലാം ഒരു കമ്പനിയെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ ഉറപ്പായിട്ടും ബാധിക്കും. അപ്പോൾ ആ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായാൽ അസംഷൻസിൻ്റെ അകത്ത് വ്യത്യാസം വരും. അസംഷൻസിൽ വ്യത്യാസങ്ങളുണ്ടായാൽ സ്ട്രാറ്റജി നമ്മൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ രണ്ടാമത്തെ ഫാക്ടറാണ് ഇൻഡസ്ട്രി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് പ്രമിസ് കൺട്രോളിൻ്റെ രണ്ടാമത്തെ ഫാക്ടറാണ് ഇൻഡസ്ട്രി ഫാക്ടർ. ഈ ഇൻഡസ്ട്രി ഫാക്ടേഴ്സും ഉറപ്പായിട്ടും ഒരു കമ്പനിയുടെ പെർഫോമൻസിനെ ബാധിക്കും. അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, സപ്ലയേഴ്സ്, ബയേഴ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ന്യൂ എൻട്രൻസ്, ഇതെല്ലാം ഒരു കമ്പനിയെ ബാധിക്കും. ഇതെല്ലാം ഇൻഡസ്ട്രി ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതിനോടൊക്കെ അനുബന്ധിച്ച് നമ്മൾ ഒരുപാട് അസംഷൻസ് ഒക്കെ നടത്തും. ആ അസംഷൻ തെറ്റാണെങ്കിൽ സ്ട്രാറ്റജിയിലും വ്യത്യാസം വരുത്തേണ്ടത് വളരെയധികം ആവശ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോളാണ് പ്രമിസ് കൺട്രോൾ. അതിൻ്റെ 2 ടൈപ്പാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോളാണ് സ്ട്രാറ്റജിക് സർവെയിലൻസ് എന്ന് പറയുന്നത്. സർവെയിലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്സർവൻസ് ആണ്. എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് നമ്മൾ പറയും. ഇത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ടു മോണിറ്റർ എ ബ്രോഡ് റേഞ്ച് ഓഫ് ഇവൻറ്റ്സ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി കമ്പനി ദാറ്റ് ആർ ലൈക്ലി ത്രെട്ടൻ ദി കോഴ്സ് ഓഫ് ഫേംസ് സ്ട്രാറ്റജി. അതായത് ഒരു കമ്പനിക്ക് അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത്തരം ഇവൻറ്റ്സ് ചിലപ്പോൾ നമ്മുടെ കമ്പനിയുടെ സ്ട്രാറ്റജിയെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്ട്രാറ്റജിക് സർവെയിലൻസ് എന്ന് പറയുന്ന സിസ്റ്റം അല്ലെങ്കിൽ ഈ ടൈപ്പ് കൊണ്ടുവരുന്നത്. ഇത്തരം ഇവൻറ്റ്സ് ഒരു കമ്പനിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കമ്പനിയുടെ സ്ട്രാറ്റജിയെ തന്നെ പരാജയപ്പെടുത്തുവാൻ ഇത്തരം ഇവൻറ്റ്സിന് കഴിയും. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല രീതിയിലുള്ളൊരു മോണിറ്റർ സിസ്റ്റം വേണം. ഈ ഇവൻറ്റ്സിനെ ഒന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ വേണ്ടി ഒരു സ്ഥാപനം ചെയ്യേണ്ടത്. അതാണ് സ്ട്രാറ്റജിക് സർവെയിലൻസ് എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ ടൈപ്പ്. ഇനി മൂന്നാമത്തെ മെയിൻ ടൈപ്പാണ് സ്പെഷ്യൽ അലേർട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ്, എന്തിനാണ് വേണ്ടതെന്ന് വെച്ചാൽ പല കമ്പനികളിലും സഡൻ ആയിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും ഒക്കെ പല ഡെവലപ്മെൻറ്റ്സും വരാറുണ്ട്. അതായത് കോമ്പറ്റീറ്ററുമായിട്ട് നമുക്കൊരു അലയൻസ് വരുന്നു, അതുപോലെ ടേക്ക് ഓവർ വരുന്നു, മേർജറുകൾ വരുന്നു, അക്വിസിഷൻസ് വരുന്നു. ഇനി നമ്മുടെ കോമ്പറ്റീറ്റർ എന്തോ പ്രധാനപ്പെട്ട ഒരു മൂവ് കൊണ്ടുവന്നു. അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ സ്ഥാപനത്തിൻ്റെ സ്ട്രാറ്റജിയെയും ബാധിക്കുവാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്പെഷ്യൽ അലേർട്ട് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ടൈപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ അലേർട്ട് കൺട്രോൾ എന്ന് പറയുന്ന 2 കാര്യങ്ങൾ വഴി നമുക്ക് എക്സസൈസ് ചെയ്യാൻ സാധിക്കും. ആദ്യത്തേത് കണ്ടിൻജൻസി സ്ട്രാറ്റജീസ് നമ്മൾ മുൻകൂറായിട്ട് തയ്യാറാക്കി വെക്കുക. നമുക്കൊരു കണ്ടിൻജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. അതാണ് ഈ കണ്ടിൻജൻസി സ്ട്രാറ്റജീസിൻ്റെ ഉദ്ദേശം. ഇനി രണ്ടാമത്തെ ഒരു സാധ്യതയാണ് ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീമുകൾ. എന്തെങ്കിലും പെട്ടെന്നൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്രൈസിസ് ഉണ്ടായാൽ അതിനെ കമ്പനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീമിനെ അവർ ഇടും. അപ്പോൾ എന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ ആ പ്രശ്നത്തെ അങ്ങ് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് സ്പെഷ്യൽ അലേർട്ട് കൺട്രോളിൻ്റെ അകത്ത് വരുന്നത്. ഒന്ന് കണ്ടിൻജൻസി സ്ട്രാറ്റജി, ഫോർമുലേഷൻ ഓഫ് കണ്ടിൻജൻസി സ്ട്രാറ്റജി. 2 ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീം. അപ്പോൾ ഈ
രണ്ട് കാര്യങ്ങൾ വഴി സ്പെഷ്യൽ അലേർട്ട് കൺട്രോൾ കൊടുക്കുവാനായിട്ട് സാധിക്കും. ഏത് സാഹചര്യത്തിലാണ് സ്പെഷ്യൽ അലേർട്ട് കൺട്രോൾ വരുന്നത്? സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഡെവലപ്മെൻറ്റ്സ് വരുന്ന സമയത്താണ് ഇത്തരം സ്പെഷ്യൽ അലേർട്ട് വേണ്ടി വരുന്നത്. അതാണ് മൂന്നാമത്തെ ടൈപ്പ്. ഇനി നാലാമത്തെ ടൈപ്പ് ഇംപ്ലിമെൻറ്റേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ കൺട്രോളിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സ്ട്രാറ്റജി കൺട്രോളിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു കൺട്രോൾ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പിൻ്റെ അകത്ത് വരുന്നത്. അതായത് ഈ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ്റെ അകത്ത് ഒരുപാട് സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. പല പല പ്രോഗ്രാംസ്, ഇൻവെസ്റ്റ്മെൻറ്റുകൾ, കുറേ കാലയളവ് കൊണ്ട് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. റിസോഴ്സസ് നമ്മൾ കൊടുക്കണം, ഒത്തിരി ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മളിടാം, സ്പെഷ്യൽ പ്രോഗ്രാംസ് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനെല്ലാം റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഇംപ്ലിമെൻറ്റേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒരു പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 4 ടൈപ്പാണ് സ്ട്രാറ്റജിക് കൺട്രോൾ. ആദ്യത്തേത് പ്രമിസ് കൺട്രോൾ, 2 സ്ട്രാറ്റജിക് സർവെയിലൻസ്, 3 സ്പെഷ്യൽ അലേർട്ട് കൺട്രോൾ, 4 ഇംപ്ലിമെൻറ്റേഷൻ കൺട്രോൾ. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കൺട്രോളാണ് മെയിൻ പോയിൻ്റ് ഓപ്പറേഷണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഈ സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറയുന്നത് എപ്പോഴും ടോപ്പ് മാനേജ്മെൻ്റ് ആണ് മോണിറ്റർ ചെയ്യുന്നതും അവർ തന്നെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ. പക്ഷേ അതേസമയം അതിനെ ഒന്ന് സഹായിക്കുവാൻ വേണ്ടി ഉള്ളൊരു കൺട്രോൾ സിസ്റ്റമാണ് ഓപ്പറേഷണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് ഓപ്പറേഷണൽ ലെവൽ ഓഫ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. അതെന്താണെന്ന് നോക്കാം. ഓപ്പറേഷണൽ കൺട്രോൾ സിസ്റ്റംസ് ഗൈഡ്, മോണിറ്റർ ആൻഡ് ഇവാലുവേറ്റ് പ്രോഗ്രസ് ഇൻ മീറ്റിംഗ് ആനുവൽ ഒബ്ജക്റ്റീവ്സ്. ഓരോ സ്ഥാപനങ്ങൾക്കും ആനുവൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ അത്തരം ആനുവൽ ഒബ്ജക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രോഗ്രസ് ആണ് ഉണ്ടാകുന്നത്, എന്തെല്ലാം ഡീവിയേഷൻസ് ആണ് ഉണ്ടാകുന്നതെന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു കൺട്രോൾ സിസ്റ്റമാണ് ഓപ്പറേഷണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഓപ്പറേഷണൽ കൺട്രോളിൻ്റെ അകത്ത് ചെയ്യുവാനായിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു പെർഫോമൻസിനെയാണ് ഇത്തരം കൺട്രോൾ സിസ്റ്റംസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പല പല SBU ഡിവിഷൻസിനെ, മാനേജേഴ്സിനെ, മറ്റ് സ്റ്റാഫിനെയൊക്കെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റവും കൂടിയാണ് ഓപ്പറേഷണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി ഈ ഓപ്പറേഷണൽ കൺട്രോളിന് പ്രധാനമായിട്ട് 3 ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ആണുള്ളത്. 1 ബഡ്ജറ്റിംഗ്, 2 ഷെഡ്യൂളിംഗ് ആൻഡ് 3 ഫോക്കസിങ് ഓൺ കീ സക്സസ് ഫാക്ടർ. അതിലാദ്യത്തേതാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ബഡ്ജറ്റിംഗ് നമ്മൾക്കറിയാലോ എന്താണ് ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് റെസീപ്റ്റ്സിനെയും എക്സ്പെൻഡിച്ചറിനെയും മുൻകൂട്ടി തന്നെ നമ്മൾ പ്ലാൻഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബഡ്ജറ്റ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു ടൂളായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷണൽ കൺട്രോളിൻ്റെ മറ്റൊരു ടൂളാണ് ഈ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്ലാൻഡ് ഓർ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ ഓർ റെസീപ്റ്റ്സ് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു പ്രത്യേക കാലാവധിയിൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റെസീപ്റ്റ്സിനെ നമ്മൾ മുൻകൂറായിട്ട് തയ്യാറാക്കി വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കൺട്രോൾ ചെയ്യുന്നൊരു കാര്യമല്ല, പക്ഷേ ഒരു പെർഫോമൻസിന് മുൻപായിട്ട് ആ പെർഫോമൻസിന് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന ഒരു ഉപാധിയായിട്ടാണ് ബഡ്ജറ്റുകളെ കാണുന്നത്. ഈ ബഡ്ജറ്റുകൾ തന്നെ 3 രീതിയിലുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. റവന്യൂ ബഡ്ജറ്റ്സ്, ക്യാപിറ്റൽ ബഡ്ജറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്സ്. റവന്യൂ ബഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടി റവന്യൂ റെസിപ്റ്റുകളെയും റവന്യൂവിൽ നിന്നുണ്ടാകാവുന്ന എക്സ്പെൻഡിച്ചറിനെ അല്ലെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ മെറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി മുൻകൂറായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ബഡ്ജറ്റ്സിനെയാണ് റവന്യൂ ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. അതേസമയം ക്യാപിറ്റൽ ബഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റാണ് എന്തിനു വേണ്ടിയാണ്? എ ബഡ്ജറ്റ് അലോക്കേറ്റിംഗ് മണി ഫോർ ദി അക്വിസിഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്. ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ അക്വിസിഷനും മെയിൻ്റനൻസിനും ഒക്കെ വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന മണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. വിച്ച് ഡീൽസ് വിത്ത് ദ കോസ്റ്റ് റിക്വയർഡ് ടു ഓപ്പറേറ്റ് ദി ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് ചിലവുകൾ വരും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബഡ്ജറ്റുകളെയാണ് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഓപ്പറേഷണൽ കൺട്രോൾ ടൂളാണ് ബഡ്ജറ്റിംഗ് പറയുന്നത്. അതിൻ്റെ അകത്ത് ബഡ്ജറ്റ്സ് ആണ് നമ്മൾ കണ്ടത് എന്താണെന്ന്. 3 ടൈപ്പ് സ്ട്രാറ്റജിക് ബഡ്ജറ്റ്സ് ആണുള്ളത്. റവന്യൂ ബഡ്ജറ്റ്സ്, ക്യാപിറ്റൽ ബഡ്ജറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്സ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓപ്പറേഷണൽ കൺട്രോൾ മെക്കാനിസമാണ് ഈ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് മറ്റൊരു ടൂൾ തന്നെയാണ്. എന്തിനു വേണ്ടിയാണ്? ഓരോ സ്ഥാപനങ്ങൾക്കും സമയം എന്ന് പറയുന്നത് വളരെ കുറവേ കാണുള്ളൂ. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തെല്ലാം റീസോഴ്സുകളാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ഏത് സമയത്ത്, എപ്പോൾ, എങ്ങനെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണമെന്നൊക്കെയുള്ളൊരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ എല്ലാ ഫെസിലിറ്റീസിനെയും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന ഒരു ടൂള് എല്ലാ സ്ഥാപനങ്ങളും എടുക്കുന്നത്.
വളരെ കുറച്ച് ഇൻവെൻറ്ററിയിൽ ഒരു സ്ഥാപനത്തിന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഷെഡ്യൂളിങ് കൂടിയേ തീരൂ. അപ്പോൾ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നതും പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് കീ സക്സസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കീ സക്സസ് ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടത്. അപ്പോൾ കീ സക്സസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സക്സസ്ഫുൾ കീ ഫാക്ടേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി, ഹൈ എംപ്ലോയി മോറൽ, ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റ് ഓർ സർവീസ് ക്വാളിറ്റി, ഗ്രോത്ത് ഇൻ മാർക്കറ്റ് ഷെയർ, കംപ്ലീഷൻ ഓഫ് ന്യൂ ഫെസിലിറ്റീസ്. ഇതെല്ലാം ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇത്തരം ഫാക്ടേഴ്സിനെ ഫോക്കസ് ചെയ്ത് കൺട്രോൾ നടത്തുന്നതിനെയാണ് കീ സക്സസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ഓപ്പറേഷണൽ കൺട്രോൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി കൺട്രോളിനെ ഒന്ന് സപ്ലിമെൻറ്റ് ചെയ്യുന്ന മറ്റൊരു കൺട്രോൾ സിസ്റ്റമാണ്. ഇത് 3 രീതിയിലാണുള്ളത്: ബഡ്ജറ്റിംഗ്, ഷെഡ്യൂളിംഗ് ആൻഡ് ഫോക്കസിങ് ഓൺ കീ സക്സസ് ഫാക്ടേഴ്സ്. അടുത്ത ടോപ്പിക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റജിക് ആൻഡ് ഓപ്പറേഷണൽ കൺട്രോളാണ്. സ്ട്രാറ്റജിക് കൺട്രോളും ഓപ്പറേഷണൽ കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് ഇതേ സെയിം പോയിൻറ്റ്സ് ഒന്നും അല്ല. നമ്മൾ റെഫർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വേറെ രീതിയിലും പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 8 മെയിൻ ഡിഫറൻസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആയിട്ട് സ്ട്രാറ്റജിക് കൺട്രോളിലുള്ളൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്: ആർ വി മൂവിങ് ഇൻ റൈറ്റ് ഡയറക്ഷൻ? നമ്മൾ ശരിയായ ഡയറക്ഷനിൽ തന്നെയാണോ പോകുന്നത് എന്നൊരു ചോദ്യമാണ് സ്ട്രാറ്റജിക് കൺട്രോളിലുള്ളത്. അതേസമയം ഓപ്പറേഷണൽ കൺട്രോളിൽ ഹൗ ആർ വി പെർഫോമിങ്? നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ആക്ച്വൽ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഓപ്പറേഷണൽ കൺട്രോളിൻ്റെ അകത്ത് വരുന്നത്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് എയിം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് എയിം. ഈ സ്ട്രാറ്റജിക് കൺട്രോളിൻ്റെ അകത്ത് ഒരു പ്രൊവോക്കേറ്റീവ് കണ്ടിന്യൂസ് ക്വസ്റ്റ്യനിങ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രാറ്റജിയുടെ ബേസിക് ഡയറക്ഷനെ കുറിച്ച് ഒരു പ്രൊവോക്കേറ്റീവ് കണ്ടിന്യൂസ് ക്വസ്റ്റ്യനിങ് നടക്കുന്നുണ്ട്. അതേസമയം ഓപ്പറേഷണൽ കൺട്രോളിൻ്റെ അകത്ത് ഓർഗനൈസേഷനിലെ റീസോഴ്സസിൻ്റെ അലോക്കേഷൻ ആൻഡ് യൂസിനെ കുറിച്ചൊക്കെയാണ് പ്രധാനമായിട്ടും അതിനെ എയിം ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ പോയിൻ്റ് മെയിൻ കൺസേൺ ആണ്. മെയിൻ കൺസേൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സ്ട്രാറ്റജിക് കൺട്രോളിൻ്റെ അകത്ത് ഫ്യൂച്ചർ ഡയറക്ഷൻ ഓഫ് ദി ഓർഗനൈസേഷനെയാണ് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത്. ഫ്യൂച്ചർ ഡയറക്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. അതേസമയം ഓപ്പറേഷണൽ കൺട്രോളിൻ്റെ അകത്ത് ആക്ഷൻ കൺട്രോളാണ്. അത് ബാക്കി ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നു എന്ന് നമുക്കറിയാം. ഇനി നാലാമതായിട്ട് ഫോക്കസ് ആണ്. സ്ട്രാറ്റജിക് കൺട്രോൾ ഫോക്കസ് ചെയ്യുന്ന എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെയും ഓപ്പറേഷണൽ കൺട്രോൾ ഫോക്കസ് ചെയ്യുന്ന ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെയുമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ടൈം ഹൊറൈസൺ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് കൺട്രോൾ ലോങ് ടേമും ഓപ്പറേഷണൽ കൺട്രോൾ ഷോർട്ട് ടേമുമാണ്. ആറാമത്തെ പോയിൻ്റ് എക്സസൈസ് ഓഫ് കൺട്രോൾ ആണ്. ഇത് കൺട്രോൾ ചെയ്യുന്നത് സ്ട്രാറ്റജിക് കൺട്രോൾ ചെയ്യുന്നത് സാധാരണയായിട്ട് ടോപ്പ് മാനേജ്മെൻ്റ് ആണ്. പക്ഷേ ലോവർ ലെവലിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് ചെയ്യുന്നത്. ഇനി ഓപ്പറേഷണൽ കൺട്രോൾ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ് ചെയ്യുന്നത്. പക്ഷേ ടോപ്പ് മാനേജ്മെൻറ്റ് ഡയറക്ഷനോട് കൂടിയാണ് ചെയ്യുന്നത്. ഇനി മെയിൻ ടെക്നിക്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സ്ട്രാറ്റജി കൺട്രോളിൻ്റെ പ്രധാനപ്പെട്ട ടെക്നിക്സ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങും ഇൻഫർമേഷൻ ഗ്യാതറിങ്ങും ക്വസ്റ്റ്യനിങ്ങും റിവ്യൂവും ഒക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതേസമയം ഓപ്പറേഷണൽ കൺട്രോളിൻ്റെ അകത്ത് ബഡ്ജറ്റ്സ്, ഷെഡ്യൂൾസ്, MBO ഒക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ടെക്നിക്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫ്ലെക്സിബിലിറ്റിയാണ്. സ്ട്രാറ്റജി കൺട്രോൾ എന്ന് പറയുന്നത് വളരെയധികം ഫ്ലെക്സിബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിറ്റുവേഷൻസിനനുസരിച്ച് വ്യത്യാസം വരുത്താനായിട്ട് ഒരുപാട് സാധിക്കും. അതേസമയം ഓപ്പറേഷണൽ കൺട്രോൾ ലാക്സ് ഫ്ലെക്സിബിലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു സ്ട്രക്ചേർഡ് പാറ്റേൺ എപ്പോഴും ഫോളോ ചെയ്യണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് വ്യത്യാസം വരുത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റിയുടെ ഇതിൽ പറയുകയാണെങ്കിൽ സ്ട്രാറ്റജി കൺട്രോൾ ഫ്ലെക്സിബിൾ ആണ്, പക്ഷേ ഓപ്പറേഷണൽ കൺട്രോൾ ലാക്സ് ഫ്ലെക്സിബിലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് സ്ട്രാറ്റജി കൺട്രോളിൻ്റെയും ഓപ്പറേഷണൽ കൺട്രോളിൻ്റെയും ഡിഫറൻസ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ദി കൺട്രോൾ പ്രോസസ്സാണ്. ഞാൻ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. സെയിം കാര്യങ്ങളാണ്. ഡിറ്റർമിൻ വാട്ട് ടു കൺട്രോൾ, എന്താണ് കൺട്രോൾ ചെയ്യുന്നത്. 2 സെറ്റിംഗ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു. 3 മെഷറിങ് ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു. കമ്പയറിങ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്, 2 തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഫൈൻഡിങ് ഔട്ട് ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് നോക്കുന്നു. ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്, ഫൈനൽ സ്റ്റെപ്പാണ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നു. ലിമിറ്റേഷൻസ് ഓർ ബാരിയേഴ്സ് ഇൻ സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്. അതിൽ ആദ്യത്തേതാണ് ഫസ്റ്റ് ബാരിയറാണ് ദ ലിമിറ്റ്സ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ലിമിറ്റ്സ് ഓഫ് കൺട്രോൾ, അതായത് ഒരു കൺട്രോൾ സിസ്റ്റം വരുമ്പോഴത്തേക്കും അതിൻ്റെ ഈ എക്സാക്റ്റ് ലിമിറ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതാണ് മാക്സിമം ലെവൽ എന്താണ്, മിനിമം ലെവൽ എന്താണ് എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം അത് മെഷർമെൻറ്റിലും അത് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്.
സാധ്യതയുണ്ട്. അപ്പം അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ ലോവർ ലിമിറ്റൊക്കെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ലിമിറ്റ്സ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് മെഷർമെൻറ്റ് ഡിഫിക്കൽട്ടീസ്, അതായത് മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും ഒക്കെ ഒരു സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് വരേണ്ടിയെന്നൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ചില സ്ഥാപനങ്ങൾക്ക് ക്വാണ്ടിഫയബിൾ ഒബ്ജക്റ്റീവ്സ് ഇല്ലായിരിക്കും. അപ്പോൾ അങ്ങനത്തെയൊക്കെ സ്ഥാപനങ്ങളിൽ മെഷർമെൻ്റ് എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ടായിരിക്കും. ക്വാളിറ്റേറ്റീവ് കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. പല സമയത്തും ഹോൾ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് എന്ന് പറയുന്നത് പരാജയപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എല്ലാ സ്ഥാപനങ്ങളിലും ഒരേ രീതിയിൽ ഇവാലുവേഷനും കൺട്രോളും സാധ്യമല്ല എന്നത് തന്നെ. അതാണ് രണ്ടാമത്തെ ബാരിയർ. മൂന്നാമതായിട്ട് റെസിസ്റ്റൻസ് ടു ഇവാലുവേഷൻ. ഈ ഇവാലുവേഷൻ കൺട്രോൾ നടത്താൻ വേണ്ടി എല്ലാ ആൾക്കാരും, ഒരു സ്ഥാപനത്തിലെ എല്ലാ ആൾക്കാരും അനുകൂലിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും എല്ലാ സ്ഥാപനങ്ങളിലും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും മറ്റൊരു രീതിയിലുള്ള റെസിസ്റ്റൻസ് സൃഷ്ടിക്കാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. കാരണം എല്ലാവരും ഒരേപോലെ അല്ലല്ലോ പെർഫോം ചെയ്യുന്നത്. അപ്പം ഒരാൾ വളരെ കുറച്ചാണ് പെർഫോം ചെയ്തതെങ്കിൽ അയാളെ നമ്മൾ അതിനെ ഒന്ന് കാണിക്കുന്ന സമയത്ത് എന്താണ് അയാൾ ചിലപ്പോഴത്തേക്കും വേറെ രീതിയിലൊക്കെ ആയിരിക്കും അയാൾ അതിനെ പ്രതികരിക്കുന്നത്. അപ്പോൾ അതും മറ്റൊരു ബാരിയറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, റെസിസ്റ്റൻസ് ടു ഇവാലുവേഷൻ. നാലാമതായിട്ട് ഫോക്കസ് ഓൺ ഷോർട്ട് ടൈം. എല്ലാ മാനേജേഴ്സും തന്നെ പലപ്പോഴും ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടണം അല്ലെങ്കിൽ ഷോർട്ട് ടൈം അച്ചീവ്മെൻറ്റ്സിനെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു സ്ട്രാറ്റജിക്ക് ചിലപ്പോൾ ലോങ് ടൈം ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അവരതിനെ ഒന്ന് ഇഗ്നോർ ചെയ്ത് കളയും. അപ്പോൾ ലോങ് ടൈം ഇംപ്ലിക്കേഷൻസ് ഉള്ള സ്ട്രാറ്റജിയെ നമ്മൾ മറ്റു രീതിയിലാണ് ജഡ്ജ് ചെയ്യേണ്ടത്. അപ്പോൾ ഇമ്മീഡിയറ്റ് അസസ്മെൻറ്റ് വരുന്ന രീതിയിൽ അത് ചിലപ്പം ഇന്നെഫക്റ്റീവായിട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് ഫോക്കസ് ഓൺ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് എംഫസിസ് ഓൺ എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഡൂയിങ് തിങ് റൈറ്റ്ലി. അതേസമയം എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് ദ റൈറ്റ് തിങ്സ് എന്നുള്ളതാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാതെ വരുന്നത് മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതും മറ്റൊരു ഡീമെറിറ്റ് അല്ലെങ്കിൽ ബാരിയർ ആയിട്ടാണ് വരുന്നതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഇത്തരം ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് എല്ലാ സ്ഥാപനങ്ങളും ഫേസ് ചെയ്യുന്ന മറ്റൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പം ഇത്തരം ബാരിയേഴ്സ് ഓവർകം ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാം എന്നുള്ളതാണ്. The best thing to remove the impact of barriers is to change the attitude of people who subject to evaluation towards evaluation and control. അപ്പോൾ ഇവാലുവേഷനും കൺട്രോളും ഒക്കെ ആർക്കാണോ വേണ്ടി വരുന്നത് ആ ആൾക്കാർ അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ബാരിയേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഏക മാർഗ്ഗമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒരു ചെറിയൊരു പാരഗ്രാഫിലാണത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ട് ടെക്നിക്സ് ഓഫ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ എന്നുള്ളതാണ്. എന്തെല്ലാം ടെക്നിക്സ് ആണ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോളിൻ്റെ അകത്ത് എടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ടെക്നിക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, MIS, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളത് ഉറപ്പായിട്ടും ഒരു കൺട്രോൾ സിസ്റ്റത്തെ എഫക്റ്റീവ് ആക്കി മാറ്റാൻ വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. എപ്പോഴും മാനേജ്മെൻറ്റ് ലേറ്റസ്റ്റ് പെർഫോമൻസിനെ കുറിച്ച് അവർക്ക് എപ്പോഴും മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരിക്കണം. കറക്റ്റീവ് മെഷേഴ്സൊക്കെ വളരെ നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടി ഇത്തരം ഇൻഫർമേഷൻ സിസ്റ്റംസൊക്കെ ഹെൽപ്പ് ചെയ്യും. ഒന്നാമത്തെ ടെക്നിക്കാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. രണ്ടാമത്തെ മെത്തേഡാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പാരറ്റീവ് മെത്തേഡാണ്. നമ്മുടെ ഫേമും മറ്റു ഫേമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നമ്മുടെ ഫേമിന് മാത്രമായിട്ടുള്ള ചില ബെസ്റ്റ് ഏരിയാസ് അല്ലെങ്കിൽ ബെസ്റ്റ് പ്രാക്ടീസസ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ സ്വന്തമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ വളരെ ബെസ്റ്റായിട്ട് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെങ്കിൽ അത്തരം ബെസ്റ്റ് പ്രാക്ടീസസിനെയാണ് ബെഞ്ച് മാർക്കായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാ ഫേമുകളും ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാനായിട്ട് അവർ ശ്രമിക്കണം. മാക്സിമം ബെഞ്ച് മാർക്ക് ഉണ്ടെങ്കിലായിരിക്കും അവർക്ക് നല്ല രീതിയിൽ മറ്റ് സ്ഥാപനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ പറയുന്നുണ്ട്, ബെസ്റ്റ് പ്രാക്ടീസസ് ആർ ദി ബെഞ്ച് മാർക്സ് ദാറ്റ് ഷുഡ് ബി അഡോപ്റ്റഡ് ബൈ എ ഫേം ആസ് ദി സ്റ്റാൻഡേർഡ്സ് ടു എക്സസൈസ് ഓപ്പറേഷണൽ കൺട്രോൾ. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ബെസ്റ്റ് പ്രാക്ടീസ് ലെവലിലേക്ക് ഒരു സ്ഥാപനം എത്തുന്നത് വരെ. അപ്പോൾ അതാണ് മറ്റൊരു ടെക്നിക്ക് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ബെസ്റ്റ് പ്രാക്ടീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ടാഞ്ചിബിൾ മെത്തേഡും കൂടെയാണ്, പെർഫോമൻസ് ഇവാലുവേഷന് വേണ്ടിയുള്ള ഒരു ടാഞ്ചിബിൾ മെത്തേഡും കൂടിയാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടെക്നിക്കാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്നത്. 4 ഏറ്റവും പ്രധാനപ്പെട്ട പെർഫോമൻസ് മെഷറിനെയാണ് ഈ മെത്തേഡ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. 1 കസ്റ്റമർ പെർസ്പെക്റ്റീവ്, 2 ഇൻറ്റേർണൽ ബിസിനസ് പെർസ്പെക്റ്റീവ്, 3 ഇന്നൊവേഷൻ ആൻഡ് ലേണിംഗ് പെർസ്പെക്റ്റീവ്, 4
ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവ്, ഈ 4 പെർസ്പെക്റ്റീവിലും ഒരു ഇവാലുവേഷൻ കൺട്രോൾ കൊടുക്കുന്നൊരു ടെക്നോളജിയാണ് അല്ലെങ്കിൽ ടെക്നിക്കാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സും ഇത്തരം ഇവാലുവേഷനിൽ കൊടുക്കുന്നുണ്ട്. അതാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി 4-മത്തേതാണ് കീ ഫാക്ടർ റേറ്റിംഗ്. ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് കീ ഫാക്ടർ റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോംപ്രിഹെൻസീവ് മെത്തേഡും കൂടെയാണ്. ഒരു പല രീതിയിലുള്ള പെർഫോമൻസ് ലെവലുകളോ അല്ലെങ്കിൽ ഏരിയാസ് ഉണ്ടായിരിക്കും ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമായിട്ട്. അപ്പോൾ അവയെ നല്ല രീതിയിൽ റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് കീ ഫാക്ടർ റേറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇതും വേറെ രീതിയിലുള്ളൊരു കൺട്രോൾ ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കായിട്ടാണ് കാണുന്നത്. ടു മോണിറ്റർ സ്പെസിഫിക് ഫങ്ഷൻ, പ്രോജക്റ്റ് ഓർ ഡിവിഷൻസ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് പറയുന്നത് മറ്റൊരു ടെക്നിക്കാണ്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഓരോ സ്ഥാപനങ്ങൾക്കും ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അതിൽ ഓരോന്നിനെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് കോസ്റ്റ് സെൻറ്റർ, റവന്യൂ സെൻറ്റർ, എക്സ്പെൻസ് സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ, ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്നൊക്കെ പറയുന്നത്. എല്ലാ റെസ്പോൺസിബിലിറ്റി സെൻറ്ററുകൾക്കും അതിൻ്റേതായിട്ടുള്ള ബഡ്ജറ്റുകൾ ഉണ്ടായിരിക്കണം. അതിൻ്റേതായിട്ടുള്ള പെർഫോമൻസ് ഉള്ളപ്പോൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ പറയുന്നത് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. 5-മത്തേത്. ഇനി 6-മത്തേതാണ് നെറ്റ്വർക്ക് ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കും ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും. ഇതൊക്കെ മറ്റു രീതിയിലുള്ള പല പല പ്രോജക്റ്റുകളെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യത്തക്ക രീതിയിലായിട്ടുള്ള ടെക്നിക്സാണ് നെറ്റ്വർക്ക് ടെക്നിക്സ്, PERT ആൻഡ് CPM എന്ന് പറയുന്നത്. അതും മറ്റൊരു ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കായിട്ടാണ് പറയുന്നത്. അടുത്തത് MBO, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. അത് പീറ്റർ എഫ് ഡ്രക്കറിൻ്റെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് MBO എന്ന് പറയുന്നത്. റെഗുലർ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ആണ്. ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി റെഗുലർ ആയിട്ട് ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് നടത്തുന്നതാണ്. പിന്നെ അതിൻ്റെ അകത്ത് സുപ്പീരിയർ ആയിട്ടും സബോർഡിനേറ്റ് ആയിട്ടും ഒക്കെയുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ വരും. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്ത് തന്നെ ഇവാലുവേഷൻ കൺട്രോൾ സിസ്റ്റംസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഓപ്പറേഷണൽ കൺട്രോളിൻ്റെ ഒരു ടെക്നിക്കാണ് ഈ MBO എന്നൊക്കെ പറയുന്നത്. ഇനി 8-മത്തേത് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, MOU എന്നൊക്കെ പറയും. അത് പഠിക്കണം കേട്ടോ. എന്താണ് MOU എന്ന് പറയുന്നത്? ദിസ് ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ എ PSU ആൻഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രി ഓഫ് ദി ഗവൺമെൻറ് ഇൻ വിച്ച് ബോത്ത് സ്പെസിഫൈ ദെയർ റെസ്പെക്റ്റീവ് കമ്മിറ്റ്മെൻറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ദ സിസ്റ്റം വർക്ക് ആസ് ആൻ എഫക്റ്റീവ് കൺട്രോൾ ഓൺ ദി പെർഫോമൻസ് ഓഫ് ദി PSU. അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഗവൺമെൻറ്റും PSUവും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് വാല്യൂ ചെയിൻ അനാലിസിസ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചാണല്ലോ എന്താണ് വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറയുന്നപ്പോൾ ഇൻ്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഉണ്ടാവും ഒരു സ്ഥാപനത്തിൽ. ഓപ്പറേഷണൽ ഇവാലുവേഷൻ ലെവലിൽ ഒരുപാട് ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ പെർഫോം ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് ഈ വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതും മറ്റു രീതിയിലുള്ളൊരു ടെക്നിക്കായിട്ടാണ് കാണുന്നത്, വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോളിന് എത്ര ടെക്നിക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കുക. 1. MIS, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. 2. ബെഞ്ച് മാർക്കിംഗ്. 3. ബാലൻസ്ഡ് സ്കോർ കാർഡ്. 4. കീ ഫാക്ടർ റേറ്റിംഗ്. 5. റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ്. 6. നെറ്റ്വർക്ക് ടെക്നിക്സ്. 7. MBO, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. 8. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, MOU. ആൻഡ് ലാസ്റ്റ് വൺ വാല്യൂ ചെയിൻ അനാലിസിസ്. അപ്പോൾ നമ്മളുടെ 5th മൊഡ്യൂളിൻ്റെ 3rd ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്.